അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ സുന്നി എജു ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിന് ചില സാങ്കേതികമായ തകരാറുകൾ സംഭവിച്ചതിനാൽ ആ ചാനൽ തൽക്കാലം നമ്മൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, സുന്നി ആദർശ ക്ലാസ്. അപ്പോൾ ഇതിലായിരിക്കും ഇനി നമ്മുടെ ആദർശ ക്ലാസ്സുകളെല്ലാം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി അഹ്ലുസുന്നയുടെ വിശ്വാസം, ആദർശം പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മൻസൂർ മണ്ണാർക്കാട് പിന്നെ സുന്നികളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മുജാഹിദിനോട്, അത് പണ്ഡിതനാണെങ്കിലും അല്ലെങ്കിലും, ആ ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആളുകൾ അങ്ങോട്ട് പോവുകയാണ്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം ഒന്ന് മാത്രമാണ്, അവർ സത്യം പറയുന്നു. മുജാഹിദുകൾ സത്യം പറയുന്നത് കൊണ്ടാണ് എല്ലാ സുന്നികളൊക്കെ, അധിക സുന്നികളും മുജാഹിദ് ആശയത്തിലേക്ക് പോകുന്നത് എന്നാണ് മൻസൂർ മൗലവി പറയുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഏറ്റവും കൂടുതൽ കളവ് പറയുന്നതും കളവ് പറയൽ മത്സരം നടത്തിയവരും അത് മുജാഹിദുകളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല, സുന്നികളുമായി ഏറ്റുമുട്ടുന്ന സംവാദ വേളകളിൽ വരെ, വിശുദ്ധ ഖുർആനിൽ വരെ, മറ്റു മഹാന്മാരുടെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ വരെ പച്ചക്ക് കളവ് നടത്തിയ രംഗങ്ങൾ ഇഷ്ടം പോലെ ഇന്നും ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാനാണ് ഇന്ന് ഞാൻ വന്നത്. അതായത് സുന്നികളും മുജാഹിദുകളും തമ്മിൽ പ്രമാണം വെച്ച് ഏറ്റുമുട്ടുന്ന സമയത്ത് പച്ചക്ക് നുണ പറയുക, ആ നുണ പറഞ്ഞ രംഗം എന്ത് ചെയ്യുക, അത് സുന്നി വിഭാഗം പിടികൂടുകയും അങ്ങനെ പരിഹാസ്യനാവുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ബഹുമാനപ്പെട്ട അലൈ സഖാഫി ഉസ്താദ് അത് വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. ഒരു മുജാഹിദ് മൗലവിമാർ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ, ഒരു രസം കാണിച്ചിറക്കുക, ഒരു വാദപ്രതിവാദം നടന്നു. മുജാഹിദിന്റെ വലിയ ഹദീസ് പണ്ഡിതന്മാരായ ആളുകൾ അണിനിരന്നു ഒരു ഭാഗത്ത് സുന്നി ഭാഗത്ത് നിന്ന് ഒരു മരുന്ന് കച്ചവടക്കാരുണ്ട്. അവിടെ ആ കൊണ്ടോട്ടിക്കടുത്തൊരു സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന മരുന്നും കച്ചവടക്കാരൻ. ആ മരുന്നും കച്ചവടക്കാരനായിട്ടാണ് വാദപ്രതിവാദം ചെയ്തപ്പോ ഈ മരുന്ന് കച്ചവടക്കാരൻ ഞങ്ങളൊക്കെ പരിചയമുള്ള ആളാണ്. അയാൾ ഞങ്ങളെ മുഖാമുഖത്തിലും കണ്ണിന മണ്ഡലം പ്രശ്നം നല്ലോണം കേൾക്കും. ഇത് പലപ്പോഴും ഞങ്ങൾക്ക് ഫോൺ ചെയ്യും, സംശയം തീർക്കും. നല്ലൊരു താല്പര്യമുള്ള ആളാണ്. ഒരു നാടൻ മട്ടത്തിനാ മൂപ്പര പരിപാടി, റഫീഖ് എന്ന പേര്. അയാള് വാദപ്രതിവാദത്തിന് ഇരുന്നപ്പോ മുജാഹിദിന്റെ വലിയ ഹദീസ് പണ്ഡിതന്മാര് കിതാബിൽ ഇല്ലാത്തത്, മുജാഹിദിന്റെ ആശയം ഒരു മൗലവി എഴുതിയത് ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് നുണ വായിച്ചപ്പോ ഇയാൾ നേരിട്ട് ചെന്ന് പിടികൂടിയാണ്. നിങ്ങൾ ഒന്ന് കണ്ടോളി വിവരത്തിന്റെ ശക്തി എങ്ങനെയാണ്, ഒന്ന് വെച്ചു കൊടുത്ത ആ അബ്ദുൽ മദനി തന്റെ ഫതുഹുൽ ബാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം കഴിഞ്ഞിട്ട്, വഫാത്ത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഈ അത്തർ സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ കമാ ഖാല ശാരിഉ ലൈസ ബിഹുജ്ജ, അതൊരു പിന്നെ മൗലവിസാൻ ഇവിടെ ഇബാറത്ത് പച്ചക്കൊല്ലം പറഞ്ഞു നിങ്ങളെ, അത് ഏതോ ഫതുഹുൽ ബാരിയിലുണ്ട്, ഞങ്ങളെത്തുന്നത് ഏതോ അതുകൊണ്ട് ഇത് ഇസ്തിഹാദ് ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ സംഭവം മറ്റുള്ള കാണിക്കുന്നു തീരുമാനമാക്കാൻ അല്ല. മൂപ്പര് നാടനല്ലേ, മൂപ്പർക്ക് അപ്പൊ തന്നെ തീരുമാനമാക്കണം. വേറെ വർത്താനൊന്നും ഞാൻ നേരിട്ടാണ് ചെല്ലാണ്. മൗലവിമാർ ഇങ്ങനത്തെ ഒരു അലാക്കില് അവലും കഞ്ഞി കുടിച്ചത് വേറെ ഉണ്ടാവില്ല ജീവചരിത്രത്തില്. ഓലും ഞെട്ടിപ്പോയി. കേട്ടോളിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഫത്തുവാരി കുട്ടികളുടെ നിങ്ങൾ താടി വെച്ച ആൾക്കാർ വന്നാണ് മറ വർക്ക് അത് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ ഫത്തുവാരി ഫത്തുവാരി മോഡൽ എന്ന് പറഞ്ഞത് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? കണ്ടോ, പച്ച നുണ പറഞ്ഞു, അത് കയ്യോടെ പിടികൂടാണ്. അതിനെക്കുറിച്ച് സക്കരിയ സലാഹി പറയുന്നത് ഒന്ന് വെച്ചുകൊടുത്ത. സക്കരിയ സലാഹി മൗലവി, ഇത് രണ്ട് ഗ്രൂപ്പാ മുജാഹിദ്. ഞാൻ ഗ്രൂപ്പ് പറയുന്നതിന് ലക്ഷ്യമില്ല കേട്ടോ.
അങ്ങനെയാണെങ്കിൽ നല്ല രസമുള്ള വർത്താനൊക്കെ വേറെ പറയാണ്ട്. പക്ഷെ അതല്ല, ഇപ്പൊ ഞാൻ അതിലുണ്ടായ പോലെ വിവരത്തിന്റെ ഒരു ശക്തി നിങ്ങൾ കേട്ടോളൂ. സക്കരിയ സലാഹി പറഞ്ഞത് വെച്ചു കൊടുത്ത സക്കരിയ സലാഹി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. മൻസൂർ പറഞ്ഞ് ഖുർആനുമായി സുന്നികളായിട്ട് സംവദിക്കാൻ പോയാൽ അത് മുജാഹിദുകൾ സുന്നികളുമായി സംവദിക്കാൻ വന്നാൽ സുന്നികൾ മുട്ടുകുത്തും, സുന്നികൾക്ക് മറുപടി ഉണ്ടാവില്ല, ഖുർആൻ ഓതി തെളിവ് പറഞ്ഞാൽ സുന്നികൾക്ക് പിന്നൊന്നും പറയാണ്ടാവില്ല എന്ന് പറയുന്ന മൻസൂറിന്റെ രംഗം ആദ്യം നമ്മൾ കേൾക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ സക്കരിയ സലാഹി പറയുന്നത് കേൾക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ തെളിവാക്കി സംവദിച്ചു കഴിഞ്ഞാൽ ഈ വിഭാഗം ആളുകൾക്ക് ഉത്തരം മുട്ടും എന്നുള്ളതാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ തെളിവാക്കി സംവദിച്ചു കഴിഞ്ഞാൽ സുന്നികൾ ഉത്തരം മുട്ടും എന്നാണ് മൻസൂർ പറയുന്നത്. എന്നാ മൻസൂറെ, നിങ്ങളെ നേതാവ് സക്കരിയ സലാഹി പറയുന്നു സുന്നികളോട് കളിക്കാൻ പോവണ്ട, സുന്നികളോട് കളിക്കണമെങ്കിൽ അത്യാവശ്യം ഫെയിലും ഫായിലൊക്കെ തിരിയണം എന്ന് പറയുന്നത് സക്കരിയ സലാഹി എന്നെ പറയുന്നത് കേൾക്കാം. വാദപ്രതിവാദങ്ങളും സമുദായ ഐക്യത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് ഇക്കരിമ്പിലാക്കലും ഈ അബ്ദുസലാസുല്ലമിയും കൂടി ഒരു മരുന്നച്ചവടക്കാരനായിട്ട് വാദപ്രതിവാദം നടത്തി. സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് അവസാനിപ്പിക്കണോ? അതാണ് സുല്ലമി, വലിയ ഹദീസ് പണ്ഡിതനാ സുല്ലമി. അയാളെയൊക്കെ അങ്ങനെ തെറ്റിന്നപ്പോ സക്കരിയ പറഞ്ഞ് കളിയാക്കുന്നത് വെച്ചുകൊടുക്ക്. നമ്മളൊക്കെ പള്ളിയിൽ നടക്കല്ലേ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്, ഒരു കുട്ടിന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പർ പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറച്ചു പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരില്ല. പക്ഷെ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സന്നാസു എന്നോതി കേസത്തില്ലേ. وإذا مس الناس ضر دعوا ربهم منيبين إليه وإذا مس الناس ضر دعوا ربهم منيبين إليه. ഇതാ മസ്സന്നാസു കേട്ടില്ലേ? ആ കേസറ്റ് കേട്ടു നിങ്ങൾ. മസ്സന്നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പര് തീരുമാനമാക്കാൻ പോവാണ്. പായലും മപ്പൂലും തിരിയാൻ കുട്ടികൾ വിടൂലേ? അതാ രസേ, അതവിടെ നടക്കണതേ. പായലും മപ്പൂലും വിടൂല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്.